ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരെയും ഈ വർഷത്തെ അക്കാഡമിക് ഇയറിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഈ വർഷം പഠിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബ്രീഫിംഗ് ആണ് നടത്തിയിരുന്നത്. അതായത് ഇൻട്രൊഡക്ഷനാണ്, എന്തെല്ലാമാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ചാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക്, അഥവാ ഓരോരോ ടോപ്പിക് വൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ, എക്സാമിന് നമുക്ക് പബ്ലിക് എക്സാമിന് എന്തായാലും ഒരു 8 മാർക്കിൻ്റെ എസ്സേ നിർബന്ധമായിട്ട് ഈ ചാപ്റ്റർ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർക്കാം. ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി നിങ്ങൾ ഈ ചാപ്റ്ററിനെ കാണുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പബ്ലിക് എക്സാമിന് ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? Non-profit organizations are those type of organization established for the purpose of rendering service to the society as well as its members. ഇത്തരം ഓർഗനൈസേഷൻസുകൾ ഉണ്ടാക്കിയിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മെമ്പർമാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് സർവീസ് ചെയ്യുക, സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോട് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഷനാണത് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, ദേ ആർ നോട്ട് എക്സ്പെക്ടഡ് ടു ഏൺ പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ലാഭം അവർ പ്രതീക്ഷിക്കുന്നില്ല. ലാഭം ഉണ്ടാവും എന്നുള്ള വേറൊരു വസ്തുത. ലാഭം ഉണ്ടാക്കണമെന്ന് ദേ ആർ നോട്ട് എക്സ്പെക്ടിങ്, ബട്ട് ദേ ആർ ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ ദ സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ ആൻഡ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. ഓക്കെ, അപ്പം സമൂഹ നന്മയ്ക്ക് വേണ്ടി, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ നന്മയ്ക്ക് വേണ്ടി, അതോടെ തന്നെ സാമൂഹികപരമായ നന്മയ്ക്ക് വേണ്ടി, പിന്നെ റിലീജിയസ് സ്ഥാപനങ്ങളാണെങ്കിൽ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചാരിറ്റബിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഓർഗനൈസേഷനുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ദേ ആർ ഫോംഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സയൻസ്, കൾച്ചറൽ ആൻഡ് റിലീജിയസ്. ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുവേ സമൂഹത്തിൻ്റെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായ അല്ലെങ്കിൽ സയൻസ് പരമായുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ മെയിൻ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം ഓർഗനൈസേഷൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സ്കൂളുകൾ ഇതിനൊരു ഉദാഹരണമാണ്. സ്കൂളുകളെല്ലാം ഫൈനാൻഷ്യൽ ഇത്തരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ, യത്തീംഖാനകൾ, ക്ലബ്ബുകൾ, അസോസിയേഷൻസ് അല്ലേ, പലതരം അസോസിയേഷൻസുകളുണ്ടാവും. ട്രേഡ് യൂണിയനുകൾ ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇത്തരം ഓർഗനൈസേഷൻസ് ഒക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ദോസ് ഓർഗനൈസേഷൻ which is established, which is organized not for making profit, rather rendering service to the society as well as its members. അതിന് മെമ്പർമാർക്കും സൊസൈറ്റിയിലും സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഷനാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന്, their main objective is to rendering service not for profit. വളരെ സിമ്പിളാണ്. സർവീസ് സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോട് ഉണ്ടാക്കിയിട്ടാണ്. അഥവാ എന്തെല്ല ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമല്ല. ഓക്കെ, രണ്ടാമത്, they do not normally engage in trading activity. ഇത്തരം സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറില്ല? ട്രേഡിങ് ചെയ്യാറില്ല, അഥവാ എന്ത് ചെയ്യാറില്ല, കച്ചവടങ്ങൾ ചെയ്യാറില്ല. വാട്ട് ഈസ് ട്രേഡിംഗ് നമ്മൾ +1 പഠിച്ചല്ലേ, ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ട്രേഡിംഗ് അല്ലേ? എക്സ്ചേഞ്ച് ഓഫ് സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അതാണ് നമ്മൾ ട്രേഡിംഗ്. അപ്പോൾ ആ പ്രവർത്തനം നമുക്ക് ഇവിടെ എന്തില്ല, ഇല്ല. ഇത്തരം ഓർഗനൈസേഷൻ പൊതുവെ കച്ചവടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കച്ചവടം ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം ക്യാൻറ്റീനുകളൊക്കെ. അപ്പോൾ സ്കൂളുകളിൽ ചിലപ്പം കോപ്പറേറ്റീവ് സ്റ്റോറുകൾ കാണാം, ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും അത്തരത്തിലുള്ള സ്റ്റേഷനറി സാധനങ്ങൾ. അതൊക്കെ ചെറിയ തോതിൽ, അതൊക്കെ ഇൻസിഡൻ്റൽ ട്രേഡിംഗ് എന്ന് പറയാം. ചെറിയ തോതിൽ നമ്മൾ നോർമലി സംസാരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലും ഇത്തരം ഓർഗനൈസേഷൻ there won't be any trading activities. Okay, they maintain cash book to record all daily cash receipts and payment in chronological order. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാവും. എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള പോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പോലെ തന്നെ പൈസ വരുന്നതും പോകുന്നതൊക്കെ അവർ ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാവും. ഒരു സിംഗിൾ കോളോ ഡബിൾ കോളോ ക്യാഷ് ബുക്ക് ദേ വിൽ പ്രിപ്പയർ. ഓക്കെ, എല്ലാ പൈസ വരുന്നതും എഴുതാനും പൈസ പോകുന്ന എഴുതാൻ വേണ്ടി അത് ക്രോണോളജി, അത് നമ്മൾ +1 പഠിച്ച അതേപോലെ തന്നെ ക്യാഷ് ബുക്ക് അവർ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, the end of the year, ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് they prepare receipts and payment account. It is a summary of. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്.
നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡർ ചെയ്ത് അഥവാ നമ്മൾ ഒരു വർഷത്തിൻ്റെ തുടക്കം മുതൽ ആ വർഷത്തിൻ്റെ അവസാനം വരെ പലതരത്തിലുള്ള ക്യാഷ് വന്നതും എവിടെ ഉണ്ടാവും? ക്യാഷ് ബുക്കിലുണ്ടാവും. അതിൻ്റെ സമ്മറിയാണ് എന്ത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഉദാഹരണത്തിന് സാലറി ഓരോ മാസത്തിൽ നമ്മൾ കൊടുക്കും. ഇപ്പോൾ ജനുവരി മാസത്തെ സാലറി ജനുവരി 31-ാം തീയതി കൊടുത്തിട്ടുണ്ടാവും, ഫെബ്രുവരി 28-ാം തീയതി കൊടുത്തിട്ടുണ്ടാവും, മാർച്ച് 31-ാം തീയതി കൊടുക്കും. ഇങ്ങനെ 12 സാലറി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ. അതെല്ലാം ക്യാഷ് ബുക്കിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ടാവുക. ഇതിനെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാലറി ഫോർ ദ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മൊത്തം എമൗണ്ട് ആണ് ഏതാ. അത് ഉദാഹരണത്തിന് 10,000 rupees ആണെങ്കിൽ 10,000 into 12 that is 1,20,000 will be written in the salary account. Okay, under the receipts and payment account. അപ്പോൾ receipts and payment account it is the summary of the cash book. Cash bookന്റെ ഒരു സമ്മറിയാണ്, അതിൻ്റെ ഒരു ആകത്തുകയാണ്. ഓക്കെ, they usually maintain a ledger containing the accounts of all incomes and expenses, assets and liabilities, which facilitates the preparation of financial statement at the end of the accounting period. ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണമല്ലോ അല്ലെ? ആ കമ്പനിക്ക് എന്ത് കാണണം? ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഒരു ക്രോഡീകരണം അല്ലെ? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവർ ഓരോ എക്സ്പെൻസിന്റെയും ഓരോ ഇൻകത്തിന്റെയും ഓരോ അസറ്റിന്റെയും ഓരോ ലയബിലിറ്റിയുടെയും ലെഡ്ജറുകൾ കീപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സാലറി ആണെങ്കിൽ സാലറിക്ക് ഒരു ലെഡ്ജർ ഉണ്ടാവും, സാലറി അക്കൗണ്ട്. റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ റെന്റ് അക്കൗണ്ട്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ്. ഓക്കെ, സ്റ്റേഷനറി വാങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി അക്കൗണ്ട്, ബിൽഡിംഗ് വാങ്ങുന്നെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ ഫ്രം ബാങ്ക്. ഓക്കെ, അങ്ങനെ ഓരോ എക്സ്പെൻസസിൻ്റെയും ഓരോ ഇൻകത്തിൻ്റെയും ഓരോ ലയബിലിറ്റിയുടെയും ഓരോ അസറ്റിൻ്റെയും അക്കൗണ്ടുകൾ അഥവാ ലെഡ്ജറുകൾ ദേ വിൽ പ്രിപ്പയർ. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഫീച്ചർ, the main sources of income of such organizations are subscription from the members, donation, legacies, grant and income from investment. ഇപ്പോൾ ഇത്തരം ഓർഗനൈസേഷൻസിൻ്റെ കാര്യമായിട്ടുള്ള സോഴ്സ് അഥവാ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ മെമ്പർമാരിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ ആവാം, ഡൊണേഷൻസ് അഥവാ പലതരം സംഭാവനകളാവാം, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകളാവാം, അല്ലെങ്കിൽ ഇൻകം ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എവിടെയെങ്കിലും ഔട്ട്സൈഡ് ദ ബിസിനസ്, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ലാഭം ഡിവിഡൻഡോ കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ സോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ, the fund raised by such organizations through various sources are credited to capital fund or general fund. ഇത്തരം സ്ഥാപനങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ എങ്ങനെയൊക്കെ ആവാം? ചിലപ്പോൾ മെമ്പർമാർ തരുന്ന സബ്സ്ക്രിപ്ഷൻ ആവാം, അല്ലെങ്കിൽ പലതരം ഡൊണേഷൻസ്. ഇങ്ങനെ വാട്ട് എവർ ദ ഫണ്ട്സ് ദേ ആർ റേസ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ് ആർ ക്രെഡിറ്റഡ് ടു അക്കൗണ്ട് ദാറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല, ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്ന് പറയാം. അപ്പം ദ ജനറൽ ഫണ്ട് ഓഫ് സച്ച് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു ക്ലബ്ബിൽ 10 മെമ്പർമാരുണ്ട്, ഓരോരുത്തരും ഒരു 10,000 രൂപ ഇട്ടിട്ടാണ് ഈ ക്ലബ്ബ് തുടങ്ങുന്നതെങ്കിൽ 10 into 10,000 that is 1 lakh rupees will be the general fund or the capital fund of that organization. Okay, പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്, the surplus generated in the form of excess of income or expenditure is not distributed among the members. ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന സർപ്ലസ് അഥവാ അവർക്ക് വരുമാനം കൂടുകയും ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സർപ്ലസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന സർപ്ലസ് അവരെന്ത് ചെയ്യില്ല? മെമ്പർമാർക്കിടയിൽ വിതരണം ചെയ്യില്ല. അപ്പോൾ 10, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പറയുകയാണെങ്കിൽ 10 മെമ്പർമാരുണ്ട്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ക്ലബിന് ഒരു 20,000 rupees പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടായിരിക്കുക. ഈ 20,000 rupees മെമ്പർമാർക്കിടയിൽ എന്ത് ചെയ്യില്ല? വിതരണം ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല. പകരം അത് ക്ലബിലേക്ക് തന്നെ ഇടും. എന്തിലേക്ക് ഇടും? ഇറ്റ് ഈസ് സിംപ്ലി ആഡഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് രണ്ടാമത് ആഡ് ചെയ്യും. ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻസ്റ്റെഡ് ദേ ആർ മെയിൻറ്റെയിൻ ദി ക്യാപിറ്റൽ ഫണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല, ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പഠിച്ചു ഇങ്ങനെ കിട്ടുന്ന ലാഭം ക്യാപിറ്റലിനോട് കൂടി കൂട്ടും. നമ്മൾ +1 പഠിച്ചു അല്ലേ? എങ്ങനെ നമ്മൾ ചെയ്യാറ്? ക്യാപിറ്റലിനോട് കൂടി ലാഭം കൂട്ടും, നഷ്ടം നെറ്റ് ലോസ് ആണെങ്കിൽ നെറ്റ് ലോസ് മൈനസ് ചെയ്യും, ഡ്രോയിങ്സുകൾ മൈനസ് ചെയ്യും എന്നൊക്കെ +1 പഠിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നല്ല. ഇവിടെ എന്താ, ഇങ്ങനെ മൊത്തം അവർ ആദ്യം ഇട്ടിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ഒരു വർഷത്തെ ലാഭം കൂട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യാപിറ്റൽ ഫണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും കൂടി വരും. ഓക്കെ, സോ വാട്ട് ഐ ആം ടെല്ലിംഗ് ഈസ് ദ സർപ്ലസ് ജനറേറ്റഡ് ഫ്രം ദീസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വിൽ ബി ആഡഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത.
Then last one, they are non-profit making they are non-profit making entities, and so they are not required to prepare trading in profit loss account. ഇത്തരം സ്ഥാപനങ്ങളിൽ ട്രേഡിംഗ് ഇൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രേഡിംഗ് ഇത്തരം ഫേമിന് ഇല്ലാത്തതുകൊണ്ട് ട്രേഡിംഗ് ഇൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് വളരെ ക്ലിയർ. ഇത്തരം ഫീച്ചേഴ്സുകളാണ്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഇത്ര സ്ഥാപനങ്ങൾ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇവർക്ക് ഉണ്ടാവില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ട്രേഡിംഗ് അല്ല. അപ്പോൾ ഇത്തരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ്. ഇതിൽ 3 കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളത്. ഒന്ന് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്പർ 1 ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം. ഇറ്റ് ഗീവ്സ് ദ സമ്മറൈസ്ഡ് പിക്ചർ ഓഫ് വേരിയസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്. ഒരു ഫേമിലേക്ക് വരുന്ന, ഒരു ക്ലബിലേക്ക് വരുന്ന വേരിയസ് ആയിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തം തുക. ഉദാഹരണത്തിന് അതേപോലെ സാലറി ആണെങ്കിൽ ഒരു വർഷം സാലറി 10,000 രൂപകാരം, ഒരു വർഷത്തേക്ക് 1,20,000 രൂപയാണ് സാലറി എങ്കിൽ സാലറി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 1,20,000 രൂപയാണ് കാണിക്കുക. ഓക്കെ, മൊത്തം നമ്മളൊരു വർഷം ഇലക്ട്രിസിറ്റി ചാർജ് എത്രയാണോ കൊടുത്തത് ആ ടോട്ടൽ എമൗണ്ട് ആണ് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ സോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് വാട്ട് ഇസ് it gives the receipts and payment account is prepared, or it gives the summarized picture of various receipts and payment എന്ന് പറയാം. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താണ്. അപ്പം ആ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലൂടെ അഥവാ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലൂടെ നമ്മൾ കാണുന്നത് എന്താ, നെറ്റ് ലോസും നെറ്റ് പ്രോഫിറ്റും ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ കാണുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. കാരണം ഇവിടെ പേര് വ്യത്യാസമുള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. നമ്മൾ +1 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്തെല്ലാം ചെയ്തു അതെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യും. ഉദാഹരണത്തിന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം എന്നുള്ള അതേ കോൺസെപ്റ്റ് ഇവിടെയും ഫോളോ ചെയ്യണം. ഇവിടെ വ്യത്യാസം, കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ടാക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കാണാനാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അതാണ് മൂന്നാമത്തത് ബാലൻസ് ഷീറ്റാണ്. ദ ബാലൻസ് ഷീറ്റ് ഷോ ദ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമുക്ക് പറയേണ്ടത്. ബാലൻസ് ഷീറ്റ് ഇസ് വാട്ട് ഇസ് ബാലൻസ് ഷീറ്റ് ഷോ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ നോൺ ട്രേഡിംഗ് കൺസേൺ. നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ ഒരു വർഷം അവസാനിക്കുമ്പോൾ എന്താണ് അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഹൗ മച്ച് അസറ്റ്സ് they have, how much liability they have എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു ഫൈൻഡ് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ദ തേർഡ് വൺ ഇസ് ദ ബാലൻസ് ഷീറ്റ് ടു ഷോ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ നോൺ ട്രേഡിംഗ് കൺസേൺ. ഓക്കെ, നമുക്ക് ഇനി ഓരോന്നോരോന്ന് വിശദീകരിക്കാം. അല്ല, ആദ്യത്തെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഫോർമാറ്റ് പറയുന്നതിന് മുമ്പ് ഫോർമാറ്റിൽ നമുക്കറിയാം, വളരെ ജസ്റ്റ് ഒന്ന് പറയാം, പിന്നീട് അത് വിശദീകരിക്കാം. റെസീപ്റ്റ് സൈഡ്, ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്. പൈസ വരുന്നതെല്ലാം റെസീപ്റ്റ് സൈഡിൽ എഴുതുക. ആദ്യം എഴുതേണ്ടത് ആ വർഷം തുടങ്ങുമ്പോൾ കമ്പനിയുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പൈസ വരുന്നത് കംപ്ലീറ്റ് ഇവിടെ എഴുതാം. പല രീതിയിലും പൈസ വരുന്നത് നമുക്ക് കാണാം. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ലോക്കർ റെൻറ്റ്, അങ്ങനെ പല രീതിയിലും പൈസ, ഗ്രാൻഡ്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുക ഗ്രാൻഡുകൾ, ലെഗസികൾ, സ്പെഷ്യൽ ഡൊണേഷൻ, ഇങ്ങനെ പല രീതി. എന്താണ് ലെഗസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ലെഗസി എന്ന് പറഞ്ഞാണെങ്കിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു വസിയത്ത് എന്നൊക്കെ പറയില്ല, അതാണ് വിൽ, ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് കൊടുക്കുന്ന വില്ലാണ് എന്ത് ചെയ്യും ലെഗസി. അങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാവും. ഡൊണേഷൻസ് ഉണ്ടാവാം, സ്പെഷ്യൽ ഡൊണേഷൻ, ലൈഫ് മെമ്പർഷിപ്പ്, എൻട്രൻസ് ഫീ, ഇത്തരത്തിലെല്ലാ പൈസ വരുന്നതും ഈ ഡെബിറ്റ് സൈഡിലുണ്ടാവും. പൈസ പോകുന്നത് കംപ്ലീറ്റ് ക്രെഡിറ്റ് സൈഡിലും അഥവാ പേയ്മെൻറ്റ് സൈഡിലുണ്ടാവും. അവസാനം അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഐദർ ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, ഇതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് പറഞ്ഞോളൂ, നമുക്ക് ക്ലാസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ദ നെക്സ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിൽ എടുക്കുകയാണ്. വാട്ട് ഈസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് ദ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ അണ്ടർ വേരിയസ് ഹെഡ്. പലതരം ഹെഡുകൾ, പലതരം വേരിയസ് ഹെഡുകൾ, സാലറി പോലെ പലതരം വേരിയസ് ഹെഡിൽ എത്ര കയ്യിൽ ക്യാഷ് ഉണ്ട്, എത്ര ബാങ്കിൽ ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഐറ്റംസ് എന്തെല്ലാം നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം നമുക്ക് വരുവാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് പൈസ പോയിട്ടുള്ളത് എന്നതിൻ്റെ ഒരു സമ്മറിയാണ് എന്ത്
receipts and payment account. It is similar to the cash book prepared by the trading concern. Trading concern the cash book in the equivalent ആണ്. ഒറ്റ വ്യത്യാസം കാര്യമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ we can say ഇവിടെ ഇതൊരു സമ്മറി ആണെന്നുള്ളതാണ്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതുന്നതാണ്. ഓക്കെ, ഓരോ ദിവസം വന്ന ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അതിൻ്റെ മൊത്തം സമ്മറിയാണ് എഴുതുക എന്നുള്ളതാണ് വ്യത്യാസം. സാലറി ഓരോ മാസത്തെയും സാലറി എഴുതില്ല, ടോട്ടൽ സാലറി എഴുതാം. ഓരോ മാസത്തെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എഴുതില്ല, മൊത്തം ഇതാണ് എഴുതുക. ഡൊണേഷൻ നമുക്ക് പലതരം ഡൊണേഷൻ പല സന്ദർഭങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ടാവും. മൊത്തം ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡിൽ ആ എമൗണ്ട് എത്രയാണ്. ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ പലതരം ഗ്രാൻറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം, അതെല്ലാം കൂടി മൊത്തത്തിൽ ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ് എന്ന് പറയുന്നത്. Now that is one of the differences. Then third one is the receipts and payment account record all the cash receipts and all cash payments irrespective of whether they relate to the current period, previous period, succeeding period or whether they are capital or revenue nature. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫീച്ചറാണ്, ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചറാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പൈസ വരുന്നത് ഏത് വർഷത്തെ പൈസയാണെങ്കിലും അത് എഴുതും, പൈസ പോകുന്നത് ഏത് വർഷത്തെ പൈസയാണെങ്കിലും എഴുതും. ഉദാഹരണത്തിന് നമ്മൾ സാലറി, ഈ വർഷത്തെ സാലറി നമ്മൾ കൊടുത്തിട്ടില്ലാതിരിക്കുക, ഡിസംബർ മാസത്തെ സാലറി കൊടുത്തിട്ടില്ല. ഓക്കെ, ഡിസംബർ മാസം നമുക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ നമുക്ക് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നിരിക്കാം. കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഒരാൾ തന്നിട്ടില്ല, ഒരു ഗൾഫിലുള്ള ഒരു മെമ്പറാണ്, നമുക്ക് അദ്ദേഹം സബ്സ്ക്രിപ്ഷൻ തരാതെ പോയി കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പോൾ ഈ വർഷം നമുക്ക് തന്നു, കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ അദ്ദേഹം ഈ വർഷം തന്നത് എഴുതും, കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് തരാനുള്ളത് ഈ വർഷം തന്നിട്ടുണ്ടെങ്കിൽ അതും എഴുതും. ഇനി അടുത്ത വർഷത്തും കൂടി തന്നിട്ടാണ് ഇദ്ദേഹം പോകുന്നത് ഇരിക്കുക ഫോർ എക്സാമ്പിൾ, എങ്കിൽ അതും ഇവിടെ എഴുതും. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ പൈസ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനും കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനും വരാൻ പോകുന്ന സബ്സ്ക്രിപ്ഷൻ എല്ലാം എഴുതും. അതുപോലെ തന്നെ എക്സ്പെൻസിൻ്റെ കാര്യത്തിലും സാലറി, കഴിഞ്ഞ വർഷത്തെ സാലറി നമ്മൾ കൊടുത്തിട്ടില്ല, അത് ഈ വർഷം കൊടുത്തെന്ന് വിചാരിക്കാം, അതും എഴുതും. ഈ വർഷം കൊടുത്ത സാലറി അതും എഴുതും. ഇനി വരാൻ പോകുന്ന സാലറി അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്തെന്ന് സപ്പോസ് വിചാരിക്കുക, അതും നമ്മളിവിടെ എഴുതും, പേയ്മെൻറ്റ്സ് ഇവിടെ എഴുതും. സോ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വിൽ ബി പ്രിപ്പയർഡ് ഓൾ ദ എക്സ്പെൻസസ് irrespective of the period in the sense കറണ്ട് പീരീഡ് ആയാലും എഴുതും, കഴിഞ്ഞ കൊല്ലം പ്രീവിയസ് പീരീഡ് ആണെങ്കിലും എഴുതും, അതോടൊപ്പം വരാൻ പോകുന്ന കൊല്ലത്തെ എക്സ്പെൻസ് ആണെങ്കിലും എഴുതും. ഓക്കെ, പൈസ വന്നോ അത് എവിടെ കാണും, റെസിപ്റ്റ്സുകളും, പൈസ പോയോ എവിടെ കാണും, പേയ്മെൻറ്റ്സുകൾ കാണും. ഓക്കെ, അപ്പോൾ ദ പീരിയഡ് ഈസ് ഇമ്മെറ്റീരിയൽ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഓൾ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ റിലേറ്റ് ടു ദ കറണ്ട് പീരിയഡ് ഓർ പ്രീവിയസ് പീരിയഡ് ഓർ സക്സീഡിങ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. രണ്ടാമത്തെ അവസാനം പറയുന്നത് വെദർ ദേ ആർ ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചർ. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ക്യാപിറ്റൽ നേച്ചർ, എന്താ റവന്യൂ നേച്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ പഠിച്ചതാണ് +1-ൽ. നമുക്ക് റെസിപ്റ്റ് രണ്ട് തരം റെസിപ്റ്റ് ഉണ്ട്, റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥാപനത്തിലേക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന വരുമാനങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലബ് ആകുമ്പോൾ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലോക്കർ റെൻറ്റ്, ഇതൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന വരുമാനങ്ങളാണ്. ഇതിനാണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ. ഓക്കെ, ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന ഒരു സാന്ദർഭികമായിട്ട് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഗവൺമെൻറ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഡൊണേഷൻ തന്നെ, ഓക്കെ, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് എന്തെങ്കിലും ഗ്രാൻഡ് ആയിട്ട് ഗവൺമെൻറ് പെർട്ടിക്കുലർ പർപ്പസിന്, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ്. അപ്പം ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിലും റവന്യൂ റെസിപ്റ്റ് ആണെങ്കിലും പൈസ വന്നതാണല്ലോ, അപ്പോൾ അതെവിടെ കാണും, റെസിപ്റ്റ്സുകൾ കാണും. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്ത് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലും. എക്സ്പെൻഡിച്ചർ ഇതുപോലെ രണ്ട് തരമുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഈ രണ്ട് എക്സ്പെൻഡിച്ചർ എവിടെ കാണും, പേയ്മെൻറ്റ് സൈഡിൽ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉദാഹരണം പറയാൻ പറ്റും ആർക്കെങ്കിലും? റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണം ക്ലബിൻ്റെ മെമ്പർമാർക്ക് കൊടുക്കുന്ന, ക്ലബിൻ്റെ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി, ഇലക്ട്രിസിറ്റിക്ക് കൊടുത്ത പൈസ, ഇതൊക്കെ എന്താണ്, റെൻറ്റ്, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെ എഴുതും, പേയ്മെൻറ്റ്സുകൾ എഴുതും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് +1-ൽ പഠിച്ചാണ്. വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടി ദീർഘകാല ആവശ്യത്തിന് വേണ്ടി, അല്ലേ, ലോങ് ടേം പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ആണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് അസറ്റ്, ഒരു ക്ലബിലേക്ക് വേണ്ടി സ്പോർട്സ് ജിമ്മിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ജിംനേഷ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസ് വാങ്ങിയിരിക്കുക ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. The amount so invested is not for the particular year. The benefit may last for the long period. അതാണല്ലോ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറും എവിടെ എഴുതും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പേയ്മെൻറ്റ് സൈഡിൽ കാണും. അതേപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ് ആണെങ്കിലും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിലും എവിടെ കാണും, റെസിപ്റ്റ് സൈഡിലും കാണും. അപ്പോൾ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ദ റവന്യൂ എന്നോ ക്യാപിറ്റൽ എന്നോ ഒരു വേർതിരിവില്ല. ഈ വർഷത്തു നിന്നോ കഴിഞ്ഞ വർഷത്തു നിന്നോ വരാൻ പോകുന്ന വർഷത്തു നിന്നോ വേർതിരിവില്ല, ഒരു വേർതിരിവില്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതി, പൈസ വന്നതെല്ലാം റെസിപ്റ്റ്സുകൾ കാണും, പൈസ പോയതെല്ലാം എവിടെ കാണും, പേയ്മെൻറ്റ്സ് കാണും. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് feature. Okay, the next,
The receipts and payment account never records the non-cash items like depreciations, outstanding. ഇത്തരം സാധനങ്ങളൊന്നും എഴുതില്ല. ഡിപ്രീസിയേഷൻ ഒരിക്കലും നമുക്കറിയാം, ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. ഡിപ്രീസിയേഷൻ്റെ ജേണൽ എൻട്രി നമുക്ക് എന്താ? വാട്ട് ഇസ് ദ ജേണൽ എൻട്രി ഫോർ ദ ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് ആണോ? നമ്മൾ സാലറി കൊടുക്കുമ്പോൾ സാലറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് ആണല്ലോ. അവിടെ അതുപോലെയാണ് ഡിപ്രീസിയേഷൻ ഒരിക്കലും ക്യാഷ് എഴുതില്ല. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റഡ് ടു മെഷീനറി എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ബട്ട് ഇറ്റ് ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. അപ്പോൾ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും എവിടെ ചെയ്തില്ല? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്. കാരണം വളരെ സിമ്പിളാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്യാഷ് കമ്മിങ് ആൻഡ് ഗോയിങ്. ഇറ്റ് ഈസ് എ നോൺ ക്യാഷ്, സോ നീഡ് നോട്ട് ടു റൈറ്റ്. ഓക്കെ, വെരി ക്ലിയർ. ഐ തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. ദ നെക്സ്റ്റ്, it opens with opening cash and bank and it ends with the cash closing cash and bank balance. വളരെ സിമ്പിൾ. ഞാൻ നേരത്തെ ഫോർമാറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞു, ഇതിൽ തുടക്കം ഈ റെസീപ്റ്റ് പേയ്മെൻറ്റ് കൊണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇതൊരു ഫീച്ചറൊക്കെ ഇതാ. ഇത് റെസീപ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ദ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ഓപ്പണിംഗ് ബാങ്ക് ആൻഡ് എൻഡ്സ് വിത്ത് ദ closing cash and closing bank. This is another feature. Okay. അപ്പോൾ ഇത്രയും കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? പക്ഷേ ഒന്നുകൂടി പറയാം. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഒക്കെ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണെന്ന് പറയും. പിന്നെ ഇത് പിന്നെന്താണ്, ഇത് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിനെ പോലെ സിമിലർ ക്യാഷ് ബുക്കിനെ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് കൺസേൺസിൻ്റെ ക്യാഷ് ബുക്കിനെ പോലെ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്തില്ല, പീരിയഡ് ഇമ്പോർട്ടൻ്റ് അല്ല. പീരിയഡ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് പീരീഡ് ആണെങ്കിൽ, ഈ വർഷത്താണെങ്കിൽ, കഴിഞ്ഞ വർഷത്താണെങ്കിൽ, വരാൻ പോകുന്ന വർഷത്താണെങ്കിലും, അതുപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ, റവന്യൂ നേച്ചർ ആണെങ്കിലൊക്കെ എഴുതുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്ത് പറഞ്ഞു? നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് എഴുതില്ല എന്ന് പറഞ്ഞു. ദ ലാസ്റ്റ് വൺ, ഇത് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് കൊണ്ട് തുടങ്ങുന്നത് ക്യാഷ് ഓപ്പണിംഗ് ക്യാഷും ഓപ്പണിംഗ് ബാങ്കാണ്, അവസാനിക്കുന്നത് ക്ലോസിംഗ് ക്യാഷും ക്ലോസിംഗ് ബാങ്ക്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു. നമുക്ക് ഇനി അത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. Prepare receipts and payment account from the following information as on 31st March 2019 of a club. ഒരു ക്ലബിൻ്റെ റെസീപ്റ്റ്സ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആക്കാൻ ഇതുപോലെയാണ് ഒരു ചോദ്യം തരാം. ഓക്കെ, ചെറിയൊരു ചോദ്യമാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ഐറ്റംസ് ഒക്കെ കൂടിയേക്കാം. ഒന്ന് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ 1/4/2018, അഥവാ ഓപ്പണിംഗ് ക്യാഷ് ആണ് നമുക്കറിയാം, 2000 rupees. ക്യാഷ് അറ്റ് ബാങ്ക് 15,000 rupees. ഓപ്പണിങ്ങിൽ ക്യാഷും ഓപ്പണിങ്ങിലെ ബാങ്കുമാണ്. അത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ, ഞാനത്തെ പറഞ്ഞു, സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വരിസംഖ്യ അഥവാ മെമ്പർമാർ തരുന്ന പൈസ, അങ്ങനെ 35,000 രൂപ ഈ വർഷം കിട്ടിയിട്ടുണ്ട്. സാലറി ആയിട്ട് 1,20,000 നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെൻ്റ് ഓഫ് ബിൽഡിങ്ങിൻ്റെ റെൻ്റായിട്ട് നമ്മൾ 60,000 rupees കൊടുത്തു. ഹൊണോററിയുമായിട്ട് 10,000 rupees. ഹൊണോററി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഹൊണോററി എന്താണെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ വരുന്ന ഫാക്കൾട്ടീസിന് കൊടുക്കുന്ന പൈസയാണ് ഹൊണോററി എന്ന് പറഞ്ഞത്. അത് 10,000 rupees നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിൽഡിംഗ് വാങ്ങിയ വകയിൽ 70,000 അല്ലെങ്കിൽ ബിൽഡിംഗ് നിർമ്മിച്ച വകയിൽ 70,000 നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. ഡൊണേഷനായിട്ട് 1,20,000 കിട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാൻഡ്, ലൈബ്രറി ആകുന്ന അത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കും. അങ്ങനെ കൊടുത്ത് 80,000 rupees. ഫേർണിച്ചർ വാങ്ങിയ 40,000 rupees. ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇൻഫർമേഷൻസ് ആയി തന്നിട്ടുള്ളത്. ഇത് നമ്മൾ എങ്ങനെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാമെന്ന്. ഓക്കെ, ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും. ഓക്കെ, ഇവിടെ എമൗണ്ട് കോൾ ഉണ്ടാവില്ല. ദിസ് ഇസ് ദ ഫോർമാറ്റ് ഓഫ് ദ റെസീപ്റ്റ്. നേരത്തെ വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ? ദിസ് ഇസ് ദ ഫോർമാറ്റ് ഓഫ് ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st റെസീപ്റ്റ്സ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് ക്ലബ് എന്നാണ് എഴുതാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് സോ ആൻഡ് സോ ക്ലബ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2019. ഓക്കെ, ഇത് റെസീപ്റ്റ് സൈഡ്, ഇത് പേയ്മെൻറ്റ് സൈഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് എന്താ? ക്യാഷ് ഇൻ ഹാൻഡ് 20,000 rupees ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ബ്രോഡ് എന്ന് പറയുന്നത് balance brought on cash 2,000 rupees. The next item, bank, opening bank ആണ്. Bank, how much? 15,000 rupees. 15,000 rupees. Subscription 35,000. subscription പൈസ വരവാണോ പോകുന്നതാണോ? സബ്സ്ക്രിപ്ഷൻ പൈസ വന്നതാണോ പോയതാണോ? അല്ലേ, പൈസ വന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ ഹൗ മച്ച്? 35,000 rupees. ഓക്കെ, ദ നെക്സ്റ്റ് ഐറ്റം സാലറി പൈസ റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? പോയതാണ് അല്ലേ. അപ്പം പേയ്മെന്റ് സൈഡിൽ സാലറി എന്നാണ്. ഹൗ മച്ച് സാലറി? 1,20,000 rupees. 1,20,000 rupees. ദ നെക്സ്റ്റ് ഐറ്റം റെന്റ് ഓഫ് ബിൽഡിങ്ങിന്റെ റെന്റാണ്, പൈസ പോയതാണ്. അപ്പം റെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 60,000 rupees. ഓക്കെ, ദ നെക്സ്റ്റ് ഐറ്റം ഹൊണോററിയം എന്ന് പറയുകയാണെങ്കിൽ ഫാക്കൾട്ടി പോലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീസാണ് ഹൊണോററിയം.
ഹോണോററിയം ഹൗ മച്ച് 10,000 rupees 10,000 രൂപ ഈ വർഷം ഹോണോററിയമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തേതാട്ടോ ശ്രദ്ധിക്കണം. 31st December വരെയുള്ള ഒരു വർഷത്തെ റെസീവ്സ് പേയ്മെന്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദ നെക്സ്റ്റ് ബിൽഡിംഗ്. ഈ വർഷം നമ്മൾ ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിൽഡിങ്ങിന് വേണ്ടി 70,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് ഹൗ മച്ച് 70,000 rupees. ദ നെക്സ്റ്റ് ഐറ്റം ഇസ് ഡൊണേഷൻ. ഡൊണേഷൻ നമുക്ക് കിട്ടിയത് ഒരിക്കലും ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഡൊണേഷൻ അവർ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാവാറില്ല. കാരണം ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, മിക്കവാറും ഡൊണേഷൻ കിട്ടാൻ ചെയ്യണം. അപ്പോൾ ഡൊണേഷൻ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1,20,000 രൂപ ഡൊണേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് ഡൊണേഷൻ 1,20,000 1,20,000 rupees. ദെൻ നെക്സ്റ്റ് ഐറ്റം ഗ്രാൻഡ് ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഗ്രാൻഡ് ഫ്രം ഗവൺമെന്റ്. ഗ്രാൻഡ് ഫ്രം government how much 80,000 rupees. Okay, the last item furniture നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഫർണിച്ചർ ഈ ഭാഗത്താണോ? യെസ്, പേയ്മെന്റ് സൈഡ് ഫർണിച്ചർ. that is 40,000 rupees. 40,000 rupees. ഓക്കെ, ഇത്രയും. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഐറ്റംസും നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇതുപോലെ ചോദ്യത്തിൽ നമുക്ക് പൈസ വന്നതാണോ നിങ്ങൾ നോക്കാം. വന്നതാണെങ്കിൽ പേയ്മെന്റ് സൈഡിൽ എഴുതാം. പൈസ പോയതാണെങ്കിൽ പൈസ വന്നതാണെങ്കിൽ റെസീപ്റ്റ് സൈഡിലും, പൈസ പോയതാണെങ്കിൽ പേയ്മെന്റ് സൈഡിൽ എഴുതാം. ഓക്കെ, ഫിനിഷ്. ദെൻ നമ്മൾ സാധാരണ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഏത് ഭാഗത്താണ് കൂടുക? 99%, 100% തന്നെ പറയാം. അല്ലെങ്കിൽ 99% നമുക്ക് റെസീപ്റ്റ് സൈഡിലായിരിക്കും കൂടുതലുണ്ടാവുക. റെസീപ്റ്റ് സൈഡായിരിക്കും കൂടുതലുണ്ടാവുക. റെസീപ്റ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 7, 12, 2, 5, 5, 7, 15, 1 ശരിയല്ലേ? 5, 2, 7, 12, 1, 2, 5, 5, 25, 2 ശരിയല്ലേ? 2,52,000. ദെൻ 2,50,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? മൊത്തം എക്സ്പെൻസുകൾ കുറയ്ക്കാം. സാലറി 1,20,000, 60,000 റെന്റ്. അപ്പോൾ എത്ര? 1,80,000. 1,80,000 10,000 1,90,000 പിന്നെ 70,000. അപ്പോൾ എത്ര? 1,90,000 മൊത്തം എത്ര ടോട്ടൽ? 1,20,000, 1,80,000, 80, 1,90, 1,90, 2,60, 2,60, 3 lakh ആയല്ലോ. 3 ഭാഗത്താണ് കൂടുതൽ. ഒരു കാര്യം ചെയ്യാം, ഫർണിച്ചർ നമുക്ക് സാലറി കുറച്ച് കുറയ്ക്കാം. സാലറി 1 lakh rupees 20,000 ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ എത്ര? 80,000, 80,000, 90,000, 90,000 പ്ലസ് 1,60,000, 1,60,000, 2 lakh rupees ഉണ്ടാവും. ബാക്കി 52,000 നമ്മൾ ബാലൻസ്. ബാങ്ക് എത്രയാണെന്ന്, ക്യാഷ് എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം ബാങ്ക് ക്യാഷ് ആയിട്ട് ഇടാം. 52,000 ആണ് നമ്മളുടെ ബാലൻസ് ഉണ്ടാവും. ടോട്ടൽ റെസീപ്റ്റ് സൈഡ് 2,52,000. നമ്മളുടെ എക്സ്പെൻസ് മൊത്തം വരുന്നത് 2 lakh rupees ആണ്. അതുകൊണ്ട് നമ്മുടെ ബാലൻസ് എത്ര? 52,000 rupees. ഓക്കെ, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സാലറി നമ്മൾ എന്ത് ചെയ്ത്? സാലറി നമ്മൾ 20,000 rupees ആയിട്ട് സാലറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഉണ്ടാകും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചതുകൊണ്ട് വളരെ സിമ്പിളാണ്. പൈസ വന്നത് കംപ്ലീറ്റ് റെസീപ്റ്റ് സൈഡിൽ എഴുതാം, പൈസ പോയത് കംപ്ലീറ്റ് പേയ്മെന്റ് സൈഡിൽ എഴുതാം. ഓക്കെ, ദിസ് വിൽ ബി ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. പരീക്ഷയ്ക്ക് ഇതിൽ വലിയ ചോദ്യം, സാധാരണ രീതിയിൽ വലിയ ചോദ്യം ഉണ്ടാവാറ്. ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ.